ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ കൊല്ലം ഉള്ള സ്ഥലമാണ് കേട്ടോ, മ്യൂസിയം ആണിത്. ഞാൻ ഇത് മ്യൂസിയമിൽ പോയപ്പോൾ എടുത്തതാണ്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഇത്. അപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ട്. ഇതുണ്ടോ, നമ്മൾ ഇതൊക്കെ സ്റ്റാച്ചു ആണ് കേട്ടോ. ഇത് ഇവിടെയൊക്കെ ഉണ്ട്. അതെൻ്റെ അച്ഛനാണ്. ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ കോരി ഇതൊക്കെ ഇത് ഞാനതൊക്കെ തൊടും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേ ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയർ ചെയ്യണം എന്ന് സഹായിക്കുക ചെയ്യട്ടോ. ഇതൊക്കെ സ്റ്റാച്ചു ആണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ പോലെ ഇതല്ല. ശരിക്കുള്ളത് ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഫുള്ള് സ്റ്റാച്ചു ആണ്. അതെൻ്റെ അച്ഛനാണ് കേട്ടോ എടുക്കണേ. ഇതാണ് ഞാൻ. എന്നെ കണ്ടപ്പോൾ ഒന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരാം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പോസ് ചെയ്തിട്ട് എടുക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ട്. അത് അച്ഛൻ്റെ കൂട്ടുകാരനാണ്. ഇത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. പിന്നെന്താ, ഇതൊക്കെ വായിക്കാം. ഇത് വന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇതും അത് തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വേറെ സ്ഥലത്ത് വന്നു കേട്ടോ. മുതല ആമയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇതിൽ കാണുന്ന പോലെ അല്ല. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയാലിറ്റിയാണ്. ഡോൾഫിനൊക്കെ ഇത് ഭയങ്കര റിയാലിറ്റിയാണ്. പിന്നെ ഇത് പക്ഷി കുറേ ഇതൊക്കെ ഉണ്ട്. പക്ഷി ഇത് ബോട്ട് ഇല്ല, ഇത് മീൻ പിടിക്കുമ്പോൾ ഉള്ള സാധനമാണ് കേട്ടോ. വീണ്ടും നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇതൊക്കെ ആണ് കേട്ടോ. ഇവിടെ കുറേ ശബ്ദമൊക്കെ കേൾക്കും. പിന്നെ ഇവിടെ കുറേ മരം മാത്രമേ ഉള്ളൂ. മരം കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ തൊട്ട് അവർ പറഞ്ഞായിരുന്നു ഇവിടെ തൊടല്ലേ എന്ന്. എന്നിട്ട് ഞാൻ ചുമ്മാ ഒന്ന് പയ്യെ തൊട്ടാണ്. ഇവിടെ ഇതൊക്കെ റിയലായിട്ട് കാണും കേട്ടോ. പക്ഷേ അത് റിയലല്ല. പിന്നെ അതെ, നമ്മൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. ഇതാണ് കേട്ടോ സീൻ. ഇത് കുറേ ആനിമൽ വന്നിട്ട് നമ്മളെ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ പേടിക്കും. ഇത് ഒച്ചെടുക്കും. കുറേ ആനിമലൊക്കെ വരും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാണിക്കണ്. നമ്മുടെ ഫോട്ടോ അവിടെ കാണും കേട്ടോ. നമ്മളെല്ലാം കാണിക്കണ ഇത് കാണും. ഇത് കുറേ ഇതാണ് കേട്ടോ. ഭയങ്കര ശബ്ദം ഉണ്ടാക്കും. നമുക്ക് കൂടുതൽ പേടിയാവും കേട്ടോ. ഞാൻ എന്തൊക്കെയോ ഗോഷ്ടിയൊക്കെ കാണിക്കണ്. ഇത് ആന അവിടെ വരെ വരുള്ളൂ. അതിൻ്റെ മുമ്പിലോട്ട് വരില്ല. എന്നിട്ട് അപ്പം തന്നെ പോകും. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വന്ന് ഞാൻ അതിനെ കുറച്ച് ഇങ്ങനെ ഗുസ്തിയൊക്കെ പറയണം കണ്ട. ഇതൊക്കെ ഞാൻ ആക്കും കേട്ടോ. നമ്മളെ കാണുമ്പോൾ ഇത് ഒച്ച എടുത്തിട്ട് അപ്പം തന്നെ പോവും. പിന്നെ ഞാനിതൊക്കെ കാണിക്കും. ഞാൻ അവനെയൊക്കെ ആനിമലിനെ ഓടിച്ചു വിടും കേട്ടോ. ഇത് പെട്ടെന്ന് പോകും കേട്ടോ. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരൻ അവിടെ ഉണ്ടായിരുന്നു. ഇത് നിങ്ങൾക്ക് ഈ ആനിമലെ അറിയാമെങ്കിൽ ഡു കമൻറ്റ്. ഇത് നിങ്ങൾക്ക് ഇവിടെ വന്നെങ്കിൽ കൊളുത്തുപ്പുഴ കൊല്ലം മ്യൂസിയമിൽ വന്നാൽ മതി കേട്ടോ. ഇവിടെ അടുത്തല്ല, ഇത് കുറേ ഉണ്ട്. അവർ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ഛൻ എന്നെ പിടിച്ച് കൊണ്ടുപോയി. പിന്നെ വേറെ സ്ഥലത്ത് അത് നമ്മൾ വന്നതാണ് കേട്ടോ. ഞാനൊരു ഉമ്മ കാണിച്ചു തന്നു. ഇത് നമ്മൾ വന്നേ.
പിന്നെ വേറെ ഞാൻ കുറേ തിരക്കി, എന്നിട്ട് കണ്ടില്ല. കുറേ തിരക്കി. പിന്നെ ഇവിടെ ഞാൻ പാർക്ക് കണ്ടപ്പോൾ എനിക്ക് കളിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ എല്ലാം കണ്ടിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു പുലി അങ്ങനെ ഫൺ ആക്ടിവിറ്റിയൊക്കെ കാണിക്കും കേട്ടോ. ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല. ഫൺ സോങ്, ഇതൊക്കെ കാണിക്കും. പുറകിലൊരു സാധനം ഉണ്ടായിരുന്നു, അത് ഇപ്പോൾ കാണിക്കും കേട്ടോ. കണ്ടോ, ഇതിൽ ഞാൻ വെച്ച ഫോട്ടോ എടുക്കുമായിരുന്നു. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടോ. ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് പുലി, ഇത് വേറെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിൽ എനിക്ക് കയറണമെന്നുണ്ട്, പക്ഷെ കയറാൻ സമ്മതിച്ചില്ല. ഇതൊക്കെ ആൾക്കാരുടെ ഫോട്ടോ ഒക്കെയാണ്. ഇവർ ഇതൊക്കെ കണ്ട് രസിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇത് പാർക്കിൽ കണ്ടപ്പോൾ എനിക്ക് അവിടെ കയറണമെന്ന്. അങ്ങനെ എൻ്റെ അച്ഛൻ ഊഞ്ഞാലി കെട്ടിട്ടോ. ഭയങ്കര സ്പീഡാണ്, അതിൻ്റെ അപ്പുറത്തൊക്കെ പോകും. പിന്നെ ഒരു ബേർഡിനെ കണ്ട്, അതാണെങ്കിൽ പിന്നെ ഞാൻ അവിടെ കയറി. പിന്നെ ഞാൻ ഇതിൽ കയറി. എനിക്ക് ഇതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇതിനെ ഞാൻ ഇടിക്കുകയൊക്കെ ചെയ്ത്, എന്നിട്ട് അത് ഒച്ചയൊക്കെ എടുത്തിട്ട് പോയി. ഞാൻ പിന്നെ എന്തൊക്കെയോ ഗോഷ്ടിയൊക്കെ കാണിക്കണം. ഇത് അല്ല കേട്ടോ എനിക്കിഷ്ടപ്പെട്ട. മറ്റേ ഇതില്ലേ, മറ്റേ ഡൈനോസർ, ഇതിൻ്റെ വലിയ സാധനം വരൂലേ, എന്നിട്ട് അത് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കും കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര അഡ്വഞ്ചറാണ്. ഈ സാധനം ഒച്ചെടുക്കുമ്പോൾ എനിക്ക് നല്ല എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തോന്നും കേട്ടോ. അവസാനം അത് പോയപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ ആന വന്ന്, പിന്നെ ഞാൻ അവിടെ തറയിലൊക്കെ കുത്തി പറഞ്ഞ്, ഒന്നും വിചാരിക്കല്ലേ, തറയിലൊക്കെ കുത്തി പറഞ്ഞ് ഇടിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.